ബാവ എല്ലാരും കാണും. വേറെ വിശേഷങ്ങൾ സുഖം. ബ്രോ പേരെന്താ? പോർച്ചുഗൽ ഡ്രസ് അടിക്കുന്ന ബ്രോ പേരെന്താ? സുകുമാൻ. ഗ്യാങ്ങാ? ഏത് ഗ്യാങ്ങാടാ? ഇവൻ തന്നെ ആള്. ആൾക്കാരൊക്കെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ആ കയ്യൊന്ന് നോക്കോടാ മോനെ, ആ കയ്യൊന്ന് നോക്കുക, ആ കയ്യൊന്ന് നോക്കോടാ കുട്ടാ. ഒന്ന് ക്യാരി അടിച്ചടാ, വില്ലൊന്ന് ക്യാരി അടിച്ചടാ, വില്ലൊന്ന് ക്യാരി അടിച്ച് തൊളത്തേറിക്കോ. കൊഴപ്പില്ല കൊഴപ്പില്ല, ദൈവത്തെ വിളിക്കുക, റെഡിയാക്കാം. ഞാനും റേഡിയൊക്കെ വിളിച്ച് പറ. കണ്ണാപ്പി പിള്ളേരും പിടിച്ചെന്ന് റേഡിയോ അറിയാം. പോയ ചോദിക്കട്ടെ. വില്ലുമോനെ ചില്ലറ കിഴയില്ല, ഞാൻ അവളെ വെച്ച് താങ്ങുമെന്ന് പറഞ്ഞു അവളുടെ അടുത്ത്. വില്ലുമോനല്ല വണ്ടി വില്ലുമോൻ എടുത്ത് പറയുന്നടാ റേഡിയോയില്. MS കണക്ക് 26 TJ കിൽബില്ല് കോൾ കൊടുത്തിട്ട്. MS ഭയങ്കര സ്നേഹം കിൽബില്ല്. അവനെ നോട്ട് ചെയ്ത് വെച്ചേക്ക്. അവന് എന്തെങ്കിലും എനിക്ക് ഈ സാമാനം മാറ്റില്ലേ ബ്രോ. MS ഞാൻ പറഞ്ഞേ ബ്രോ. എടാ നിന്റെ പേരെന്തായിരുന്നു? എന്റെ സുകുമാൻ. ആ സുകുമാനെ കൊണ്ടുപോയി നമ്മള്. ഞാനെ കൊണ്ടുപോയി. ഞാനാ രൂപോണേ. ഈ അയൽക്കൂട്ടമായിട്ട് നീ വിളിച്ചറിയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. 23 റേഡിയോ കാണിച്ചാടാ ബ്രോ. എന്താ ഞാനേ ബ്രോ ഒരു നോട്ടീസ് ആയിട്ട് അയക്കാം. രൂപോണേ, ഇത് കഴിഞ്ഞ് ഞാൻ നിന്നെ ഒന്ന് കാണാൻ വരുന്നുണ്ടേ. ഭയങ്കര സ്നേഹമാണല്ലോ നിനക്ക്. എന്താ ന്യൂബോന്റെ സ്നേഹം? നമുക്ക് തല്ലാക്കാനോ വഴക്കാക്കാനോ ഒന്നും താല്പര്യമില്ല. ആ സോറി അങ്ങ് പറഞ്ഞായിരുന്നേ പോയാ. ആണോ നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയത് ഇവിടുത്തെ ലീഡർ സ്ഥാനം തരാനല്ല. ഓസ്ട്രേലിയ സോറി പറയണ. അവൻ സോറി പറയുന്നത് എന്തിനാന്ന്? നിനക്ക് പേടിയില്ലേ? കൈ എന്താ വായിട്ട് വെട്ടിത്തിനാ കേട്ടാ. സോറി പറയാൻ ഞാനൊന്നും തെറ്റ് ചെയ്തില്ല. സോറി പറഞ്ഞാ മതി. ചോക്ക് ചൂണ്ടിയാ പേടിയടങ്ങാ. സോറി പറടാ. വാർച്ചാറ്റ് ഇടണോ? വാർച്ചാറ്റ് ഇടണോ? എടാ സിറ്റുവേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. രാണ സംഭവം ഇത്ര രാണ. ഞാൻ മറ്റേ ഇസർത്തേട്ടിന് വേണ്ടി സിറ്റുവേഷൻ്റെ ഇതിൽ നിൽക്കുവായിരുന്നേ. അപ്പൊ ഒരുത്തം നോക്കിയപ്പം MS മുതുക്ക് വണ്ടി എടുത്ത് എല്ലാരും ഇടിച്ച് കയറ്റി നേരെ ഇതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ച് എന്താടാ കണ്ട് കാണിക്കുന്നത്? അപ്പൊ ഇവ ഒന്നും പറയാൻ TDMന്റെ അകത്ത് കയറിപ്പോയി. ഞാൻ പിന്നെ ഞാനതങ്ങ് വിട്ട്. അത് ഞാൻ ഇവൻ വന്നപ്പോഴത്തേക്ക് ഇവന്റെ അടുത്ത് ചോദിച്ചു. ഇവൻ പറഞ്ഞു നീ എന്തിനാണ് അങ്ങ് റേസ് ആവുന്നതെന്ന് പറഞ്ഞ് ഇവനങ്ങ് ചോദിച്ചു. ഞാനും തിരിച്ച് അതേപോലെ കുണച്ച്. ഇവൻ എന്നെ അങ്ങനെ അതിന് ശേഷം കണ്ടി അത് ഇതൊക്കെ വിളിച്ച് ഇവനും തിരിച്ച് അവിടെ കിടന്ന് കുണച്ച്. പിന്നെ ഞാനതങ്ങ് വിട്ട്. ഞാൻ പിന്നെ നീലന്റെ അടുത്ത് ചോദിച്ചു നീല എന്ത് ചെയ്യണോന്ന്. അവൻ പറഞ്ഞു നീ ഇടറാന്ന് പറഞ്ഞു. പിന്നെ അവനെ നേരെ മുതുക്കി വെച്ച് കിട്ടി അങ്ങ് എടുത്തു. ഒരു സോറി കിട്ടിയാ മതിയണ്ട. ഇത് എന്താണ് ഇവൻ? ആരാടാ ഇവൻ? ബ്രൂസ് ലീഗ് ഇല്ലാത്ത മാസാണല്ലോ നീ ഇവിടെ വന്ന് അടിക്കുന്ന ഗ്യാങ്സിൽ നിന്ന്. ഞാൻ കാര്യം പറയട്ടെ, എടാ അതിനല്ല നീ സോറി പറഞ്ഞത്. എന്നെ ഇല്ലാതെ ഫ്രണ്ട് വെച്ച് നീ എന്താണ് അവിടെ നിന്ന് എന്തൊക്കെ എന്നെ വിളിച്ച്? ഞാൻ ഒന്നും വിളിച്ചില്ല ബ്രോ, ഞാൻ ഇങ്ങോട്ട് തുടങ്ങിയത്. എടാ ഞാൻ കുണച്ചപ്പോ നീ തിരിച്ചു കുണച്ചില്ലേ? നീ അപ്പൊ നിന്റെ വായിന്ന് അപ്പൊ എന്താണ് വന്നത്? അരിമുരളീകരണ മാറ്റണ. മറ്റേ നേരത്തെ പറഞ്ഞ സീൻ തന്നെ മാറ്റണ. പിന്നെ മുതുക്കി കിട്ടിയപ്പോ നേരെ എടുത്തോണ്ടെങ്കിൽ വന്നേ. ഒരു സോറി കിട്ടിയ മാറ്റണ. ഉമ്മാരെ തല്ലണമെന്നില്ല. ഒരു സോറി ചെയ്ത തെറ്റിന് ബ്രോ. നിങ്ങളുടെ കൂടെ
നേരത്തെ എന്നെ വണ്ടി ഇടിച്ച് ആരെന്ന് ചോദിച്ചോ റേഡിയോയില്? ഞാൻ അത്ര സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കി പോയി ഇല്ല ചോദിച്ചോ? ചോദിച്ചില്ല. ആ. 131 എന്ന് കയറിയേ അവിടെ എന്താ അപ്പൊ ഞാൻ എണ്ണം കണക്ട് ചെയ്യാൻ പറഞ്ഞു. എതിരാ 131. ആ കേറി. ഹലോ ബ്രോ പറഞ്ഞോ. സിറ്റുവേഷനോ ബ്രോ? സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ MX-13 നിങ്ങളുടെ ഒരു സാധാരണ പയ്യൻ അവന് TDM വണ്ടി സേവ് ചെയ്തിട്ട് നടന്നു വന്ന് TDM കളിക്കാൻ ബുദ്ധിമുട്ടാണ്. കാലിന് എന്തെങ്കിലും പ്രശ്നം കാണും. അവൻ നേരെ വന്ന് TDMലുള്ള ഒരു 50 പേരെ ഇടിച്ച് കയറ്റി നേരെ വന്ന് അവൻ മറ്റേ TDM കളിക്കുന്നതിൻ്റെ അവിടെ കൊണ്ടാകും വണ്ടി നിർത്തി. എന്നിട്ട് അവൻ അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പം ഞാനൊക്കെ വെറുതെ നിന്ന് എൻ്റെ നെഞ്ചത്തോട് വണ്ടി കയറ്റുക. ഒന്നാമത് നമ്മൾ വേറെ പള്ളി ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാണ് ബ്രോ. സമനില തെറ്റിയിരിക്കുവാണ് എൻ്റെയൊക്കെ. ഞാൻ അപ്പം ദേഷ്യത്തോടെ അവൻ്റെ അടുത്ത് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവൻ്റെ ഭാഗത്ത് ഒരു സോറി എങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള പ്രതീക്ഷയിൽ പോയി. അങ്ങനെ എന്നപ്പോഴത്തേക്ക് അവൻ നേരെ മറ്റേ ഗുണാക്കേവിലൊക്കെ പോകുന്ന പോലെ നേരെ മറ്റേ കീഴത്തിൻ്റെ അകത്ത് കയറി. ഞാൻ പിന്നെ അത് രണ്ട് പറഞ്ഞ് ഞാനങ്ങ് വിട്ട്. അപ്പം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നൊരു പേരുണ്ടല്ലോ, ഇതിൻ്റെ പേരെന്താ? എൻ്റെ ഒരു സുകുമാൻ. ഞാനും ബില്ലുമോനും പോയപ്പോഴത്തേ സുകുമാൻ എടുത്ത് കാര്യം സൂചിപ്പിച്ചു. ഞാൻ അപ്പം ഇച്ചിരി റേസ് ആയാണ് സംസാരിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി അവനെ കണ്ട കർണത്ത് അടിക്കുമെന്ന് തന്നെ പറഞ്ഞത്. കാരണം എൻ്റെ വണ്ടിക്ക് നെഞ്ചത്തോടെ വണ്ടി കയറ്റിയതല്ലേ ബ്രോ. അപ്പോൾ തിരിച്ച് കർണത്ത് അടിക്കണ്ടേ? അല്ല ബ്രോയ്ക്ക് ഏതാ വേദന? എന്ത് കർണത്ത് അടിക്കുന്നതാണോ അതോ നെഞ്ചത്തോടെ വണ്ടി കയറ്റുന്നതാണോ? ഇല്ല ബ്രോ, ഒരു സോറി കിട്ടിയാൽ ബ്രോ. അവനെ വേറെ ഒന്നും ചെയ്യുന്നില്ല, സോറി കിട്ടിയാൽ അത് സോറി പറഞ്ഞാലേ വിടത്തുള്ളൂ. ഇല്ല അവൻ ഇവിടെ 2-3 ദിവസമൊക്കെ ഇവിടെ വയ്ക്കും. ഞങ്ങളിവിടെ നോക്കിക്കോളാം അവനെ. എന്തേ രാണോ സംസാരിക്കാനാ? ബ്രോ ആ വലിയ മനുഷ്യന്റെ ജേഴ്സിയാണ്. ജേഴ്സി നൂലോ? ജേഴ്സി നൂലോ? എന്താണ് ഇത് സുഭാഷ്? എടാ ഞാൻ പറഞ്ഞ എനിക്ക് എന്താണെന്നറിയോ, ജയിച്ച് കിട്ടവന്മാരല്ല ഹോസ്റ്റ് ചെയ്യാവോ കേട്ടോ. ഇതേ ജയിച്ച് കിട്ട മണിയിൽ ഹോസ്റ്റ് ചെയ്യാൻ ജയിച്ച് കിട്ടവന്മാരല്ല ഹോസ്റ്റ് ചെയ്യാവുക. ഞാൻ നാളെ തൊട്ട് ആ ജയിച്ച് കിട്ടും കേട്ടോ. എടാ നീ ഇപ്പൊ സോറി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വിടും, അല്ലെങ്കിൽ നിനക്ക് അടിയുള്ളൂ, നിന്റെ കൂട്ടുള്ളമാർക്ക് എല്ലാവർക്കും നിന്റെ ഒരു സോറിയിലാണ്. സോറി പറയേണ്ട കാര്യം എന്താ? നീ എന്റെ അടുത്ത് നീ ഹോസ്റ്റയുടെ സോറി പറയണ്ട. റിച്ചാൻ പറയാം ഒന്ന്, നീ നിന്റെ കൂട്ടുകാർക്ക് വേണ്ടിട്ട് സോറി ആണോ നിർബന്ധിച്ചോണ്ടോ? നിന്നെ നിർബന്ധിച്ച് നിന്റെ കൂടുതലാണ് തല്ലി കാണിക്കുന്നത്. നിർബന്ധിക്കണ്ട. ഇവന്റെ തനി കോണം കണ്ടോടാ. ഇവന്റെ അമ്പിയെ പോലിരുന്നാണ്. കണ്ടല്ലോ ഇംഗ്ലീഷ് ഇത്രയും നേരം വേണ്ട എന്ന് വിചാരിച്ചിരുന്ന പിള്ളേരെ വിളി ബ്രോ. അവൻ അനുസരണ ഇല്ല, മനസ്സിലായി? അവനെ ഇനി കക്കൂസും കഴിച്ച് കോണാനും കഴിച്ച് ഇവിടുത്തെ മറ്റേ ഇതാക്കിയേ വിടുന്നുള്ളൂ. എനിക്ക് അവനായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് അവനാണോ അല്ല മാറ്റണ ഡീല് മാറ്റണ ഡീൽ ചെയ്തൊക്കെ അവന്റെ അടുത്ത് സംസാരിക്ക. അണ്ണനല്ലേ സംസാരിക്കേ. ഇത് അവനാണ് സംസാരിക്കുന്നത്. ഓ GTX അവനാ. ഹലോ മച്ചാനെ. MX-13 രണ്ടാമത്തെ ഒരാളോ? രണ്ടാമത്തെ ആളാണ്. അവന്റെ സംസാരം കുറച്ച് കൂടുതലായിട്ട് ബാക്കി എന്തിരുന്ന് വെച്ചാൽ നിങ്ങൾ ഇതാക്കോ. ശരി
എടാ ഇരിക്കാൻ നീ അപ്പിടാനല്ല വാറ്റണ്ട ഏതാ വാറ്റണ്ട 2020 ഞാൻ ലാസ്റ്റ് ഈ മാസം കണ്ടത്. ഞാൻ പറഞ്ഞ അങ്ങ് സ്പോട്ടിൽ ഇരുന്നോണം. എടാ കണ്ണാപ്പി എടാ ഇപ്പൊ എടാ ഇവനടുത്ത് ഇരിക്കാൻ പറയുമ്പോ നേരെ കക്കൂസിന്റെ ഉള്ളിൽ കയറി എക്സ്പേർട്ട് ആണല്ലോ. എടാ നീ ഇതിനു മുമ്പേ എടാ നീ ജീവിതത്തിൽ ആദ്യമായിട്ട് കക്കൂസ് എഴുന്നപ്പോഴാ കുട്ടാ? ജീവിതത്തിൽ നീ ആദ്യമായിട്ട് കക്കൂസ് എഴുന്നപ്പോഴാ? ഞാൻ ഇതൊരു കഴിയിട്ടില്ല ബ്രോ, ഇത് അപ്പൊ അപ്പൊ നിങ്ങളുടെ ഗ്യാങ് ഹൗസിൽ എങ്ങനെ ഗ്യാങ് എടാ ഇതിപ്പോ തെറ്റാണല്ലോ കേട്ടോ. അവന്റെ ഐശ്വര്യമായിട്ട് ജീവിയുടെ ഗ്യാങ്സ് തന്നെ കഴി തുടങ്ങി കേട്ടാ. കുട്ടാ പ്ലേയേഴ്സ് ഇവിടെ കഴിയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാലോ കുട്ടാ, നല്ല രാശി ഇവിടുന്ന് ഒന്ന് തുടങ്ങിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. നല്ല രാശിയാടാ ഇവിടെ. നല്ല പറ. കേക്കുന്നില്ലേ? നീ പറ. നീ അവനെ തീട്ടം കഴിയുമ്പം നിന്റെ ഒരു ഇത് കൂടെ വേണം, വാത്താളം കൂടെ വേണം, എന്നാലും അവന് കുറച്ചും കൂടി ഇതാവുള്ളൂ. നീ എന്താണ് വിളിച്ചത്? എന്നെ പട്ടിന്ന് വിളിച്ച പിന്നെന്താണ് വിളിച്ചത്? കണ്ടിന്നോ? കണ്ടി പട്ടി നടക്കുന്നവനാ നടക്കുന്നോ? നീ ഇപ്പൊ പട്ടി കഴുകുന്നവരാ. ഈ ക്ലോസറ്റാടാ, മനസ്സിലായി? ഇവിടെ വളർത്തുന്ന പട്ടികളുണ്ടല്ലോ ഉണ്ടോ, അവര് തൂർന്ന ക്ലോസറ്റാ, അവിടാണ് നീ കഴുകുന്നത്, മനസ്സിലായോ? കേട്ടോടാ? കേട്ട് അന്നെ കണ്ടി നീ ഇവൻ മുന്നേ ആർപ്പിക്കിന്റെ ഷോറൂമിലായിരുന്നു കഴുകണ്ടല്ലോ. ഏത് ഫാമിലിയായിരുന്നു ബ്രോ? ഞാൻ VNV-ലും CP BNB-ലെ പോടില്ലല്ലേ? പോടില്ലല്ലേ? VNV ഉണ്ട്, VNV ഉണ്ട്. BNB-ക്കൊക്കെ ഇട്ട പേര് BNB-ക്കല്ല, CP-ക്കൊക്കെ ഇട്ട പേര് വേറെയാണ്. ബീങ്ങൊക്കെ പോവാൻ നിക്കാം, ഫ്ലൈറ്റ് പിടിക്കും. അറിയത്തില്ല. ഇനിയിപ്പോ MX-30 പോവോ? നീ കേറുന്ന ഇപ്പം നീ എന്തേലുമൊക്കെ തിരിച്ചു പറ. നമ്മളെ നമുക്കൊരു ഓളം വേണ്ടേ? എന്തേലും പറ. ഒരു ഓസ്ട്രേലിയ ഒരു ഓളം വേണ്ടേ? ഒരു പാട്ട് പാടിയിട്ട് നീ ഒന്ന് കഴിക്കോ. പാട്ട് പാടണം? ഏത് പാട്ട് പാടണം? നിന്റെ ഇഷ്ടം, നിന്റെ പാടിക്കോ. പാട്ടങ്ങ് പാടാ. കണ്ണ ഞാൻ കേക്കട്ടെ, കൊറേ നാളായിട്ട് ഒന്ന് കേക്കട്ടെ ഞാൻ. കണ്ണ ഇങ്ങോട്ട് വന്നേ. ബ്രോ പാട്ട് പാടാൻ അറിയത്തില്ല, അതാണ്. ഞാൻ കേക്കാൻ വേണ്ടി കാത്തിരിക്കില്ലേ? എന്ത് എടാ എന്തായാലും എടുത്തൊന്ന് ഇതാക്കണ. മാറ്റണ ഇവനൊന്നും എന്തേലും പറയണ്ടേ? മാറ്റണ ഇവൻ ഇങ്ങനെ നിനക്ക് ചില സമയത്ത് ഇവനൊക്കെ മനസ്സിലായോ? മാറ്റണ കിടന്നു ഉണയ്ക്കും. ഇവനെ സോറി പറഞ്ഞിട്ട് അറിയാം, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവനെ സോറി പറഞ്ഞു. ഇനി നമ്മള് പറയാന്ന പോലെ പറയണേ. പറയാം. സോറി കണ്ണാന്ന് പറ, എന്നിട്ട് അങ്ങോട്ട് കഴിയും. സോറി കണ്ണ, സോറി കണ്ണ. അവസ്ഥ ചന്തി സോറി പറയണം. ഞാൻ എനിക്കെങ്ങാണ് ഇങ്ങനെ ഒരു അവസരം പോയി ചത്തര മാറ്റണ. അവസ്ഥ വല്ലാത്തൊരു ജീവിതം തന്നെ കേട്ടോ, വല്ലാത്തൊരു ജീവിതം തന്നെ കേട്ടാ. പറ ഡയലോഗ് പറ. ഡയലോഗ് വേണം. സോറി കണ്ണ. എടാ ഇതേ സോറി അല്ലേ നിന്റെ അടുത്ത് വെളിയിൽ നിന്ന് മാന്യമായിട്ട് ഞാൻ പറയാൻ പറഞ്ഞത്? ഇതേ സോറി. ഇതൊക്കെ കഴുകേണ്ട അവസ്ഥ വന്നതിന് ഇതിപ്പോ ഒറ്റ വാക്കി നീ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു, ഇതിപ്പോ പ്രശ്നം തീരത്തില്ലായിരുന്നോ? എടാ നീ എന്നെ നീ പിന്നെ ചോദിച്ചില്ല നീ എന്തിനാ എന്റെ അടുത്ത് സോറി പറഞ്ഞെന്ന്? എടാ വേറെ ഒന്നും ഒറ്റ കാര്യം കൊണ്ടതല്ല, നീ അവിടെ വെച്ച് മറ്റേ കണ്ടി പട്ടി എന്നൊക്കെ വിളിച്ചില്ലേ, അതിനാണ് ഞാൻ നിന്നെ കൊണ്ട് സോറി അറിയിപ്പിച്ചത്. ഇപ്പൊ മനസ്സിലായോ എന്തിനാ സോറിന്ന്? സോറി കണ്ണാതെ കണ്ടിന്യൂസ് ആക്കിയോ? സോറി കണ്ണ, സോറി കണ്ണ, സോറി കണ്ണ, സോറി കണ്ണ, സോറി കണ്ണ, മതി സോറി കണ്ണ. മതി. പല്ലൊക്കെ കടിച്ചു പിടിച്ച് പറയണ്ട, ദേഷ്യം വരുന്നത് നമുക്കറിയാം. ഇല്ല പല്ലൊന്നും കടിച്ചു വെച്ചില്ല. മാന്യന കഴിച്ചത് എനിക്ക് തന്നെ എന്തോ തോന്നുന്നു മാറ്റണ. എടാ നീ കഴിഞ്ഞ ആഴ്ച VNV-ലായിരുന്നോ? VNV-ല്. ആഴ്ച മാറൂല്ലേ? ഓന്തോ ഓരോന്ന് ചെയ്യുമ്പോഴേക്കും ആദ്യം ചിന്തിക്കണേ. ഇതിപ്പോ എന്ത് പറയാനാ? ഒരു സോറി പറഞ്ഞാൽ തീരാന്ന പ്രശ്നം കക്കൂസും കഴിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇത് ഇത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല. താദിയുടെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ല മാനായിട്ട് സംസാരിക്കാൻ. ഒരാവശ്യമില്ല. ഇത് അവിടെ വെച്ച് തരണം തോന്നി. എപ്പോഴാ തരാൻ പറ്റിയ അങ്ങനെ ആ ഒരു സൈഡ് ചെരിഞ്ഞു പോയാൽ
അപ്പുറത്ത് ആരോ ഉണ്ട്. ഹലോ ഓ പറടാ കണ്ണാപ്പി ഇങ്ങനെ അങ്ങൊന്ന് എങ്ങനെ പറഞ്ഞോ ഇവനാണ് സ്നൈപ്പിന് റെസ്ട്രിക്ഷൻ വലിച്ചു കൊടുത്ത BNB ന്ന്. ആണാ ആ അങ്ങനെയാണെ പെയ്യ വിട്ടാ മതി കേട്ടോ സ്നൈപ്പിനെ ഒന്ന് വിളിച്ചേ സ്നൈപ്പിന് റെസ്ട്രിക്ഷൻ വലിച്ചു കൊടുത്തവനാണ്. സ്നൈപ്പിന് റെസ്ട്രിക്ഷൻ ഗ്യാങ് റെസ്ട്രിക്ഷൻ വലിച്ചു കൊടുത്തവനാണ്. എത്ര ദിവസം 7 ദിവസം കിട്ടിയല്ലോ സ്നൈപ്പിന് BNB ആണല്ലേ കഴിഞ്ഞുട്ടാ. ആഹാ ഹാ. അങ്ങനെയാണല്ലേ ആ ബാക്കിലത്തെ ക്ലോസറ്റിലൂടെ ഒന്ന് അവനെ കയറ്റിയേ ദീവാ, ദീവാ, ദീവാ. ദീവാ 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 ദീപതേ കൂട്ടിൽ ബ്രോ എങ്ങനെ ബ്രോ ദേഷ്യം വരുന്ന കൂട്ടത്തിലാണോ ദേഷ്യം ബ്രോ ഇങ്ങോട്ട് ദേഷ്യം വരും. അങ്ങോട്ട് വണച്ചാ തിരിച്ചു വണക്കുന്നാണോ? അങ്ങോട്ട് പറഞ്ഞോ അതെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് തല്ലോ ബ്രോ കൈ വെക്കുവോ അതോ വേറെ രീതിയിലാണോ റിയാക്ട് ചെയ്യുന്നത് എങ്ങനത്തുള്ള രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത് അടിക്കും ബ്രോ. അടിക്കോ 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 അടിക്കണ നമ്മളടിക്കണം. അടിയനാ നീ. നീ 5 ഇഞ്ച് അടുത്തുനിന്ന് മാറി തീട്ടോടെ എപ്പോഴും ഉണ്ട് കയ്യില് വാഷ് മെഷീൻ കാണിച്ചിട്ടില്ലടാ നീയൊക്കെ. എടാ കടല് നല്ലോണം കറപ്പിട്ട് പോയിരുന്നു തുടച്ച കഴിവിയ അടിക്കാനുള്ള തരിപ്പങ്ങ് മറ്റേ നീ തുടച്ചിട്ട് ടാറ്റൊക്കെ അടിച്ച് വട്ടച്ചൊറി പോലെ ഇരിപ്പുണ്ട് കേട്ടോ കാലില് കഷ്ടം തന്നെ അത് തീട്ടല്ലായിരുന്നു അത്. ഇല്ല കൊല്ലല്ലേ രാണോ നൈസായിട്ട് അവന്റെ അടുത്ത് ഇതിലെടുത്ത് ഇച്ചിരി ദൂരെ പോയൊക്കെ ദൂരെ പോയി സുഖാണോ പിന്നെ എടാ എന്റെ സ്ഥിരം പരിപാടി ചെയ്യിപ്പിക്കട്ടെ ഞാൻ. ആ ഇവൻ ഫിയർ ഒന്നും കാണിക്കില്ലായിരുന്നു. 5 മിനിറ്റ് സോറി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു നിന്ന്. ഇപ്പൊ കുറച്ചു നേരം കൂടെ നിൽക്കട്ടെ. നിങ്ങളെല്ലാരും നിർബന്ധിച്ചോണ്ട് ഞാൻ വേണേ ഒരു സോറി പറയാന്ന് അവരുടെ അടുത്ത് മാന്യമായിട്ട് സോറി പറഞ്ഞ ഇപ്പൊ നിന്നെ വിടുമെന്നാ പറഞ്ഞത്. ரெட் பஸ் இப்போ தமிழ்லயும் இருக்கு. தமிழ்லையா? தமிழ் மட்டும் இல்ல, இன்னும் நிறைய லாங்குவேஜஸ்லயும் பஸ் புக்கிங் பண்ணலாம். இதுல உனக்கு எத்தனை லாங்குவேஜஸ் தெரியும்? எனக்கு காதல் மட்டும் தான் பேச தெரியும். ரெட் பஸ் இங்கிலீஷ்ல மட்டும் இல்ல, உங்க சொந்த மொழியிலயும் புக்கிங் பண்ணலாம். பஸ்னா ரெட் பஸ். ഉള്ളി വേണം. ഏത് മുളക്? ഇങ്ങനൊക്കെ അല്ലേടാ ശീലമാകുന്നേ. നീ തുടങ്ങണം. നിങ്ങൾ എൻജോയ് ചെയ്യടാ നിങ്ങളെ കാലഘട്ടം വലിയ ജുഗുരു. ഞാൻ അറിഞ്ഞില്ലല്ലോ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായി വരുന്നത്. കൈ തിരുമലാണോ ഇത് എന്താ? ചിക്കൻ കറി കല്ലിട്ട് ഉറക്കാനല്ല കൈയിട്ട് ഉറക്കാനല്ല. അറിഞ്ഞൂടാ ഇങ്ങനൊക്കെ അല്ലേടാ പഠിക്കുന്നത്. നീ പഠിക്കുന്ന പഠിച്ചു വലിയ ആളാവാനുള്ളതല്ലേടാ പഠിക്കേ. അതെങ്ങനെ പറഞ്ഞ ഉണ്ടാക്കി നീ സീനാണ് പിന്നല്ല സത്യല്ലേ അങ്ങോട്ട് അടിച്ച് കൊടുത്തല്ലേ സ്റ്റോറിയൊക്കെ നമ്മളൊന്നും ചെയ്തില്ല. ആദ്യം ചിക്കൻ കഴിയണം. എന്നിട്ട് മസാല വരട്ടി സത്യല്ലേ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ കണ്ടീന്ന് പട്ടീന്ന് കളിക്കട്ടെ. അത് നീ വേറെ എന്റെ അടുത്ത് തന്നെ കറക്റ്റ് എത്തിയല്ലോടാ ദൈവം നിന്നെ എന്റെ അടുത്ത് തന്നെ കൊണ്ടെത്തിച്ചല്ലോ. പക്ഷെ നീ ഇവിടെ വരെ വരുന്നവരെ എനിക്കൊരു കാര്യം പറഞ്ഞോളൂ നീ ഇത്രയും വേണ്ടപ്പെട്ടവനാണ്. 4 മിനിറ്റ് കൂടെ ഉണ്ടോ? 4 മിനിറ്റ് കൂടെ ഉണ്ടോ? അപ്പൊ എടാ അവിടെ വെച്ച് പാട്ട് ആരും കേട്ടില്ലടോ. ഒരു വട്ടം കൂടി പാടുവോ? ഓ പാടാം. ആ പാട്ടന്നെ പോരെ? ആ പാട്ടന്നെ മതി. ആ പാട്ടന്നെ. വെണ്ണില ചന്ദന കിണ്ണം കവർ കെട്ടി രണ്ടുപേരും കയ്യിൽ മെല്ലെ എടാ നമ്മുടെ അലക്സിനെ വെല്ലു വിളിക്കില്ലടാ പാട്ടിന്. കോമ്പറ്റീഷൻ ആണ്.
സ്നൈപ്പ് കയറില്ല സ്നൈപ്പ് കയറില്ല. ബാക്കി എന്തോ ചിക്കൻ കറി എന്തുവാ നീ കട്ട് മസാല വരട്ടണം, എന്നിട്ട് കുറച്ചേരം ഫ്രിഡ്ജ് വെക്കണം. ഓക്കെ, അപ്പോഴത്തേക്ക് മറ്റേ ഉള്ളി ഫ്രിഡ്ജിലൊക്കെ വെച്ച് അടുപ്പ് കത്തിച്ച് തുടങ്ങി. ആ അടുപ്പ് കത്തിച്ച് പെട്ടെന്ന് ഉണ്ടാക്കണേ. രണ്ട് ഇത് 2 minutes ചിക്കൻ കറിയാ, പെട്ടെന്ന് ഉണ്ടാക്കണേ. ആ ഉള്ളിലേക്ക് ഇട്ട് ചിക്കൻ എടുത്ത് വേവിക്കണം ആദ്യം. ആ. എന്നിട്ട് കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടാക്കണേ. 2 minute ചിക്കൻ കറിയാന്ന് പറഞ്ഞില്ലേ? നീ തീട്ടം കുറച്ചിട്ട് കയ്യടി വേണ്ട ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ. എന്നിട്ട് ഗാർലിക് പേസ്റ്റ് ഒക്കെ ഉണ്ടോ? മലയാളം പറയടാ. അത് കാലിലുണ്ട് ഗാർലിക് പേസ്റ്റ് ധാരാളം. മലയാളം അറിഞ്ഞൂടാ? മലയാളം അറിഞ്ഞൂടെ? ഇല്ല, അറിഞ്ഞൂടാ. നീ ആര് സായിപ്പാ? ബ്രോ അറിഞ്ഞൂടാ അല്ലേ? ബാക്കി ചേട്ടാ വന്നില്ല. ഷുഗറേ എങ്ങ പൂളിയാക്കണടാ അവനെ അങ്ങ് ലാസ്റ്റ്. ആ പിന്നെ തക്കാളിയൊക്കെ ഉണ്ട്. ആ പിന്നെ കുറച്ച് സ്റ്റവ് വെച്ചാൽ മതി. വെള്ളം ഒഴിച്ച് സ്റ്റവ് വെള്ളം ഒഴിച്ച് സ്റ്റവ് വെച്ച് കഴിഞ്ഞാൽ റെഡി ആയി വരും. പറഞ്ഞായിരുന്നു ചിക്കൻ ഇടണ്ടേ സ്റ്റൗവിനകത്ത്? പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആദ്യം കുറെ ടൈം വേസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. ടേസ്റ്റ് നോക്കി ചിക്കൻ കറിയും സാമ്പാറും ഇനി എന്തൊരു പോയിട്ട് തിന്നോടാ. ചോറുണ്ടാക്കട്ടെ. ചോറ് പിന്നെ വേറെ ചോറുണ്ടാക്കോ? ആ ചോറ് ആദ്യം ഇന്നലെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ആണോ? പഴകി പോയി കാണോടാ. വേറെ ഉണ്ടാക്കട്ടെ. ഇത് തന്നെ ചോറാണോ? പുതിയ ചോറ്. എടാ ഈ ചിക്കൻ കറി കേസ് എന്താ എനിക്ക് മനസ്സിലായില്ല. എല്ലാവർക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവോ? സംഭവം ഞാൻ പണ്ട് മറ്റേ VNV ഇല്ല ഗ്യാങ്ങിൽ ജിഗുറുവിനാണെന്ന് തോന്നുന്നു ഹോസ്റ്റേജ് അടിച്ചോണ്ട് പോയപ്പോ ആ പയ്യനാണ് ഈ പറഞ്ഞ ചിക്കൻ കറി ഉണ്ടാക്കാൻ മനസ്സിലായി. ജിഗുറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആ ചിക്കൻ കറി ഉണ്ടാക്കാൻ ചെയ്യിപ്പിച്ചല്ലേ? ചെയ്യിപ്പിച്ച് എന്നിട്ട് ഇത് ചെയ്യടാ അത് ചെയ്യാന്ന് പറഞ്ഞവനാണ് ഇപ്പൊ ഇരുന്ന് കഴിവണം ചിക്കൻ കറി. അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തുണ്ട്. അവനാണ് ഇപ്പൊ ഇരുന്ന് കഴിവണം അവിടെ. ഓക്കെ അങ്ങനെ ഓക്കെ. ആൾക്കാർക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട് എന്താ സംഭവം. ഓൾ ക്ലിയർ. കുറച്ചേരം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് അരി വെന്ത് വന്നു. അവനെ നിർത്തി കത്തിച്ചോടാ. നിർത്തി കത്തിക്കോ. പൂള് എന്താ ജുഗുറു തീർക്കടാ. ജുഗുറു നിർത്തി കത്തിക്കടാ. ജുഗുറു അങ്ങനെ കൊല്ലല്ലേ കത്തി വെച്ച് കുത്താൻ നോക്കിയതല്ലടാ. നിക്കണ നിൽപ്പ് കണ്ടോട്ടെ. നമ്മുടെ വീട്ടിലെ പിള്ളേർക്ക് പറയുന്നത് മനസ്സിലാടാ. അതാ ഒന്ന് മാറി മേല ജീവിതത്തിൽ ചിക്കൻ കറി കഴിച്ചേക്കരുത്.